ഏറ്റവും നിലവാരമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകൻ വന്നിരുന്നു. ആ അധ്യാപകനോട് അദ്ദേഹത്തിൻ്റെ പഠനാരംഭവും വളർച്ചയും ഉയർച്ചയും ജോലി നിയമനമൊക്കെ ആലോചിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ, എന്തായിരുന്നു സെലക്ഷൻ മാനദണ്ഡം, വല്ലാതെ അത്ഭുതപ്പെടുത്തിയ രംഗമാണ്. CV ഫുള്ളായി നോക്കി, എല്ലാ CVയിലും നല്ല മാർക്കാണ്. അപ്പോൾ ക്ലാസ് എടുപ്പിച്ച് ഇൻ്റർവ്യൂ നടത്തിയോ, അത് കുറേ ആളുകൾ ഉണ്ടായപ്പോൾ എന്നെക്കൊണ്ട് ക്ലാസ് എടുപ്പിച്ചില്ല. എൻ്റെ CV എല്ലാം ഫുൾ മാർക്കായിരുന്നു. ഞങ്ങൾ മഅദിൻ അക്കാദമിയിൽ ചെയ്യാറുള്ളത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ 6000 കുട്ടികൾ പഠിക്കുന്നു, 300ഓളം സ്റ്റാഫുണ്ട്. അധ്യാപകർ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ CVയും നോക്കിക്കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാം ക്ലിയറാണെന്ന് ഉറപ്പ് വരുത്തിയാൽ ക്ലാസ് എടുപ്പിക്കും. കുട്ടികളും ഫുൾ മാർക്കിടണം, അധ്യാപകരും ശ്രദ്ധിക്കും. വിഷയങ്ങളില്ലെങ്കിൽ കുട്ടികൾക്കത് രസമായിരിക്കും. ആയതുകൊണ്ട് കുട്ടികളുടേത് മാത്രം നോക്കാതെ അധ്യാപകന്മാരുടെ പെർഫോമൻസ് ഉന്നത മേലധികാരികൾ, പ്രിൻസിപ്പാളും ഉത്തരവാദിത്തപ്പെട്ടവരും അവരുടെ ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ്, കണ്ടൻറ്റ്, അത് അവതരണ ശൈലി കുട്ടികൾക്ക് അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് എത്രമാത്രം തിരിയുന്നു, ബോധ്യപ്പെടുത്തുന്നു എന്ന് കരുതി അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അതേതും പെർഫെക്റ്റ് ആകുന്നത്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഉന്നത നിലവാരം കൈവരിക്കാനുണ്ടായ കാരണം അധ്യാപക നിയമനത്തിൽ ഞങ്ങൾ CVയേക്കാളേറെ CVയിൽ അല്പം മാർക്ക് കുറഞ്ഞാലും കുട്ടികളുള്ള അവതരണ ശൈലിയും ആ കണ്ടൻറ്റും അവരുടെ വ്യക്തിപരമായ ജീവിത വിശുദ്ധിയുമാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനവും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും.